പത്രങ്ങളിലും ന്യൂസ് ചാനലുകളിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു വാർത്തയാണ് സാമ്പത്തിക പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ഭീഷണികളോ മൂലം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. പിന്നീട് അതിൻ്റെ കാരണങ്ങൾ അറിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ നിസ്സാര കാര്യത്തിനാണോ ഇവർ ഇത് ചെയ്തത്? ഞാനായിരുന്നെങ്കിൽ ഈസിയായി ഹാൻഡിൽ ചെയ്യുമായിരുന്നു. എന്നാൽ സേഫ് സോണിലിരുന്ന് ഇങ്ങനെയൊക്കെ പറയാം. ഒരു വലിയ പ്രതിസന്ധി വരുമ്പോൾ ചിലപ്പോൾ ആരായാലും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചിലർ പറയും. പക്ഷേ അവിടെ ഒരു വ്യത്യാസമുണ്ട്. പ്രതിസന്ധികളിൽ തളരുമ്പോൾ, പ്രവർത്തിക്കാൻ ഊർജമില്ലാതാകുമ്പോൾ, എതിരാളികൾ ശക്തരാകുമ്പോൾ ആത്മഹത്യ ആത്മവിശ്വാസത്തെ തകർക്കുന്നത് യഥാർത്ഥത്തിൽ മറ്റു വഴികൾ ഇല്ലാഞ്ഞിട്ടല്ല, മറ്റു വഴികൾ കാണാഞ്ഞിട്ടാണ്. വഴി കാട്ടാൻ ഒരു വെളിച്ചമില്ലാഞ്ഞിട്ടാണ്. എന്നാൽ ഒരു വെളിച്ചം കാട്ടാൻ, പുതിയ വഴികൾ കാണിക്കാൻ, നമ്മളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ, നമ്മളുടെ പ്രശ്നങ്ങളെ പുറത്തു നിന്ന് കാണുന്ന മറ്റൊരാൾക്ക് കഴിയും. അതെ, നമ്മളുടെ പ്രശ്നങ്ങൾ വലുതാകട്ടെ ചെറുതാകട്ടെ, നമ്മളെ കൊണ്ട് അത് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ വേണം മൂന്നാമതൊരാൾ. നമുക്ക് ചുറ്റും കാണുന്ന സാധാരണ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാണ്. അതിൽ തന്നെ ബ്ലേഡ് പലിശക്കാർ. മുതലും അതിൻ്റെ 3 ഇരട്ടിയും തിരിച്ചു കൊടുത്താലും തീരാതെ അത് നമ്മളുടെ ജീവിതം ദുരിതമാക്കും. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും പ്രൈവറ്റ് ചിട്ടിക്കമ്പനികളിൽ നിന്ന് കടമെടുത്തും അവസാനം അത് ജപ്തിയിൽ എത്തി നിൽക്കും. പിന്നെ അതിർത്തി തർക്കങ്ങൾ മൂലം അയൽക്കാരോട് വഴക്ക്, ചിലപ്പോഴത് സഹോദരങ്ങളോട് തന്നെയാകാം. എന്തിനേറെ, കോഴി മുളക് ചെടി കൊത്തിയതിനും അടുത്ത വീട്ടിലെ തെങ്ങിൽ നിന്ന് തേങ്ങ വീണതിനും അയൽ വീട്ടിലെ പട്ടി കുരച്ചതിനും വരെ വെട്ടിക്കൊലകൾ നടന്നിട്ടുള്ള നാടാണ് നമ്മുടെ. ഇത്തരം പല പല പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽപ്പെട്ട് പരിഹാരം കാണാൻ കഴിയാതെ സമ്മർദ്ദത്തിനടിമപ്പെട്ട് ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ദുരഭിമാനം മാറ്റിവെച്ച് ഇത്തരം പ്രശ്നങ്ങളിൽ ഒരാളെ ഇടപെടുത്താൻ നമ്മൾ തയ്യാറായാൽ, പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആത്മാർത്ഥമായി നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായും അത് വിജയിക്കും. മനസമാധാനവും സന്തോഷവും ആത്മാർത്ഥമായ ചിരികളും വീണ്ടും അവിടെ ഉണ്ടാകും. നമ്മൾ അങ്ങനെ ഒരു പ്രശ്നത്തിലാണെങ്കിൽ ആദ്യം വേണ്ടത് നമ്മളുടെ ഒരു അടുത്ത ബന്ധുവിനോടോ അല്ലെങ്കിൽ വിശ്വസ്തനായ ഒരു സുഹൃത്തിനോടോ കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. രണ്ടുപേർക്കും പ്രശ്നത്തിലൊരു വ്യക്തത വന്നാൽ, വൈകാരികമായി ബന്ധമില്ലാത്ത, ഇനി അങ്ങനെ ഒരു ബന്ധം ആവശ്യമില്ലാത്ത ഏതൊരു കാര്യത്തിനും ആദ്യം ചെയ്യേണ്ടത് ഒരു അഡ്വക്കേറ്റിൻ്റെ നിയമ ഉപദേശം തേടുകയാണ്. അത് ആദ്യം തന്നെ ഒരു കേസ് ഫയൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു നോട്ടീസ് അയക്കാനോ അല്ല. നമ്മളുടെ വിഷയത്തിൽ നിയമം നമുക്ക് എത്രത്തോളം അനുകൂലമാണ് എന്നറിയാൻ വേണ്ടി മാത്രം. അതിനുശേഷമാണ് മധ്യസ്ഥൻ ആരാകണം എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. മധ്യസ്ഥൻ അത് ചിലപ്പോൾ നാട്ടിലെ ഒരു പ്രമുഖനാകാം, അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പറാകാം, ഒരു രാഷ്ട്രീയക്കാരനാകാം, അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കാൻ കഴിയുന്ന നമ്മളുടെ ഒരു സുഹൃത്ത് തന്നെയാകാം, ചിലപ്പോൾ നിയമം തന്നെയാകാം. ആരായിരുന്നാലും അയാൾ നമുക്ക് വേണ്ടി കരുത്തോടെ സംസാരിക്കണം. അതിനായി നമ്മളുടെ സാഹചര്യം 100% കൃത്യമായി അയാളോട് നമുക്ക് പറയാൻ കഴിയണം. കാരണം ഇനി മുതൽ നമുക്ക് വേണ്ടി അയാളാണ് സംസാരിക്കുന്നത്. ഓരോ പ്രശ്നത്തിനും പ്രായോഗികമായ ചില പരിഹാരങ്ങളുണ്ട്. നമ്മളൊരു ജപ്തി നടപടിയാണ് നേരിടേണ്ടി വരുന്നതെങ്കിൽ, നമുക്ക് ബാങ്കുമായി സംസാരിച്ച് ഒരു ഒറ്റത്തവണ തീർപ്പാക്കലിന് കഴിയുന്നില്ല എങ്കിൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റവന്യൂ റിക്കവറി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡെപ്യൂട്ടി കളക്ടറെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുകയാണ്. ഇളവുകളും ഇൻസ്റ്റാൾമെൻറ്റ് തിരിച്ചടവുകളും അനുവദിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അവിടെ നിയമവും ഡെപ്യൂട്ടി കളക്ടറുമാണ് നമ്മളുടെ മധ്യസ്ഥൻ. ബ്ലേഡ് പലിശക്കാരെ കൊണ്ട് ജീവിതം വഴിമുട്ടിയാൽ, ഒരു വാർഡ് മെമ്പറോ രാഷ്ട്രീയക്കാരനോ നമുക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറായാൽ കാര്യങ്ങൾ ഒരുവിധം പറഞ്ഞ് സെറ്റിൽ ചെയ്യാൻ പറ്റും. ഭീഷണികളുണ്ടെങ്കിൽ പോലീസിൻ്റെ സഹായം തേടാം. ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് പോലീസിന് ഒരു പരാതി എഴുതി കൊടുക്കുന്നത്. ഭയമുണ്ടാകാം, നമ്മളുടെ ശരികൾ കേൾക്കാൻ പോലീസ് തയ്യാറാകുമോ എന്നുള്ളതാണ് ശരിക്കുള്ള ഭയം. എന്നാൽ കേരള പോലീസ് പഴയ 80കളിലെ പോലീസല്ല. എന്നാലും ഭയമുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ്റെ സഹായം തേടുന്നത് നമ്മളുടെ ആത്മവിശ്വാസം കൂട്ടും. പിന്നെ കുടുംബ പ്രശ്നങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർത്ത് ഒന്നിക്കാനാണെങ്കിൽ ഒരിക്കലും നിയമം നോക്കരുത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നിയമം കൊണ്ട് സ്നേഹിക്കുന്നവരെ ഒന്നിപ്പിക്കാം, വെറുക്കുന്നവരെ അകറ്റാം. എന്നാൽ ഒരിക്കലും സ്നേഹിക്കുന്നവരെ അകറ്റാനോ വെറുക്കുന്നവരെ ഒന്നിപ്പിക്കാനോ നിയമം കൊണ്ട് കഴിയില്ല. ഒരല്പം സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ ആ കുടുംബത്തെ ഒന്നിച്ചു നിർത്താൻ ഒരു മധ്യസ്ഥതയ്ക്ക് കഴിയും. അത് രണ്ടു കൂട്ടർക്കും ബഹുമാനമുള്ള മറ്റൊരു കുടുംബമാകണമെന്ന് മാത്രമേ ഉള്ളൂ. സുഹൃത്തുക്കളെ, ഇത്തരം തീരാത്ത പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടരുത്. പകരം ഒരു മധ്യസ്ഥനെ കണ്ടെത്തുക. സമയം വൈകുന്തോറും കുരുക്കുകൾ മുറുകിക്കൊണ്ടേയിരിക്കും. അടുത്ത വീഡിയോയിൽ മറ്റൊരു കാഴ്ചപ്പാടുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ബിയോണ്ട് 180 ഡിഗ്രി.